നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഗ്യാസ്, വയറുവീർപ്പിന്റെ പ്രശ്നങ്ങൾ, അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ, ശോധന ശരിയായ രീതിയിൽ നടക്കുന്നില്ല, വെയിറ്റ് ലോസ് സംഭവിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്ത് ശരീരത്തിൽ അമിതമായിട്ട് വേദനകൾ വരിക, ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടും കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറുവീർപ്പിന്റെ പ്രശ്നങ്ങൾ വരിക, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് തോന്നുക, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടും വളരെ എളുപ്പത്തിലും നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാസ്, അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാനും അതുപോലെ ശോധന ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് കുറയ്ക്കാൻ സഹായകരമാകുന്ന 3 തരത്തിലുള്ള പാനീയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാകുന്നതാണ്. പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അമിതമായിട്ട് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ സോഡ കലർന്നിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ അമിതമായിട്ട് മധുരപലഹാരങ്ങൾ കഴിക്കുന്നവരോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ വയറിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിൽ മതിയായിട്ടുള്ള പ്രോട്ടീൻസും മിനറൽസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ദഹനം ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ദഹന വ്യവസ്ഥയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനോടൊപ്പം തന്നെ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഈ 3 പാനീയങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം എന്ന് പറയുന്നത്, ആദ്യത്തെ പാനീയത്തിൽ വരുന്ന 3 ചേരുവകളാണ്. ഒന്ന് മല്ലിയും ഒപ്പം തന്നെ ഏലക്ക നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഇഞ്ചിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പാനീയമാണ്. മല്ലി എന്ന് പറയുന്നത് നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും ഗുണകരമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഗ്യാസ്, അസിഡിറ്റി മുതലായിട്ട് പ്രശ്നങ്ങൾ മാറ്റുക മാത്രമല്ല, ഇത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും രക്തസമ്മർദ്ദം അമിതമായിട്ട് ഉയർന്നവർക്ക് ഇത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ വളരെ ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിച്ചു പോരാവുന്നതാണ്. ഇനി അടുത്തത് ഏലക്കയാണ് വരുന്നത്. ഏലക്കയും ഒരുപാട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി വളരെയേറെ സഹായകരമാകുന്നതാണ്. പ്രത്യേകിച്ച് വയറുവീർപ്പിന്റെ പ്രശ്നങ്ങൾ, എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് വയർ വീർത്ത് വരിക, പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർക്ക് ഈ ഒരു ഏലക്ക ഗുണകരമാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം നമുക്ക് ഓക്കാനത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നവരും ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകൾ അകറ്റാനും ഏലക്ക ഉപയോഗിക്കുന്നത് ഗുണകരമാണ്. മൂന്നാമത് ഇഞ്ചിയാണ്. ഇഞ്ചി ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടിന്റെ ബുദ്ധിമുട്ടുകൾ അകറ്റാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിൽ ആസകലം ഉണ്ടാകുന്ന വേദന കുറയ്ക്കാനും ഒക്കെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇഞ്ചി നമ്മൾ എടുക്കേണ്ടത് ചെറിയൊരു കഷ്ണമാണ്. ഇത് ചതച്ചിട്ടുള്ള രീതിയിൽ എടുക്കുക. ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമുക്ക് മല്ലിയും അതുപോലെ തന്നെ ഏലക്കയും കൂടിയിട്ട് ഒന്ന് പൊടിച്ചു വെക്കേണ്ടതാണ്. അതായത് നമുക്ക് കുറച്ചധികം മല്ലി എടുക്കുക, ഏകദേശം 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള മല്ലി എടുക്കുക. അതിനൊപ്പം തന്നെ 6 or 7 ഏലക്കയും കൂടി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. നല്ല മണം വരികയും അതുപോലെ കളർ അധികം മാറാൻ പാടില്ല, ചെറിയ രീതിയിൽ ബ്രൗൺ നിറം ആവുന്ന സമയത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഇവ രണ്ടും കൂടി നന്നായി പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു പാനീയം ഉണ്ടാക്കുന്ന സമയത്തേക്ക് ഏകദേശം 1.25 ഗ്ലാസ് അളവായിട്ടുള്ള വെള്ളം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. ചൂടായി വെള്ളം തിളച്ച് വരുന്ന സമയത്തേക്ക് ഈ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടിയിൽ നിന്നും 1 ടീസ്പൂൺ അളവാണ് എടുക്കേണ്ടത്. അതായത് സ്പൂണും ടീസ്പൂണും രണ്ടും വ്യത്യാസമാണ്. ടീസ്പൂൺ ചെറിയ സ്പൂണാണ്, ചായപ്പൊടിയൊക്കെ എടുക്കുന്ന സ്പൂണാണ് ടീസ്പൂൺ എന്ന് പറയുന്നത്. അത് 1 ടീസ്പൂൺ അളവായിട്ടുള്ള പൊടിയെടുത്ത് ഈ വെള്ളത്തിനകത്തേക്ക് ഇടുക. അതിനൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും നന്നായി തിളച്ച് വരണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അരിച്ചെടുത്ത് ചെറു ചൂടോട് കൂടിയിട്ട് കുടിക്കുന്നത് വളരെയേറെ ഗുണകരമാണ്. ഇത് നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് കുടിക്കുന്നതും നല്ലതാണ്. അതുപോലെ രാവിലെ ഉറക്കം എണീച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് കുടിക്കുന്നതും ഗുണകരമായിട്ടുള്ള രീതിയാണ്. ഏത് സമയമാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും. ഒന്നെങ്കിൽ രാത്രിയിൽ കുടിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ കുടിക്കാൻ പറ്റുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. ഒരു 7 ദിവസം നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം നിങ്ങളുടെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ മലശോധനയുടെ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ പല വിധത്തിലുള്ള ആരോഗ്യ
പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ പാനീയം എന്ന് പറയുന്നത് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് അലിയാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്ന ഒരു മെത്തേഡാണിത്. അതുപോലെ മലശോധനയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഇത് ഗുണകരമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് കറുവപ്പട്ടയും അതുപോലെ പെരിഞ്ചീരകവുമാണ്. വളരെ ഗുണകരമായിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. കറുവപ്പട്ട എന്ന് പറയുന്നത് നമ്മുടെ വയറിന് ചുറ്റുമുള്ള വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ ഗുണകരമാണ്. ഒപ്പം തന്നെ കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഷുഗർ ലെവല് നമുക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഹൃദയ ആരോഗ്യത്തിനും ഒക്കെ തന്നെ വളരെ ഗുണവത്തായിട്ട് ഉപയോഗിച്ചു പോരുന്നതാണ്. ഒപ്പം സ്കിൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ടും ഗുണകരമാണ്. പെരിഞ്ചീരകമാണെന്നുണ്ടെങ്കിൽ ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവ രണ്ടും നമ്മൾ ഒരുമിച്ച് ചേർത്ത് ചെയ്യേണ്ടതാണ്. ഇതിന്റെ രീതി എന്ന് പറയുന്നത് 1 സ്പൂൺ അളവായിട്ടുള്ള പെരിഞ്ചീരകം എടുക്കുക, അതുപോലെ ഈ സിന്നമന്റെ ഒരു സ്റ്റിക്ക് എടുക്കുക എന്നുള്ളതാണ്. ഈ കറുവപ്പട്ടയുടെ ഒരു സ്റ്റിക്ക് എടുക്കുക, ഒരു ചെറിയ കഷ്ണം എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് ഏകദേശം 1.25 ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. ഒരു 3/4 ഗ്ലാസ്, അത് തൊട്ട് 3/4 ഗ്ലാസ് ആവുന്ന സമയത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. വെറും വയറ്റിൽ കുടിക്കുന്ന സമയത്ത് നമുക്ക് മലശോധനയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ അകറ്റാൻ വേണ്ടിയിട്ടും, ഒപ്പം തന്നെ നമ്മുടെ ഫാറ്റ് പെട്ടെന്ന് അലിയിച്ച് കളയാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഉരുക്കി കളയാൻ ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കുറയാൻ വേണ്ടിയിട്ട് ഏറെ ഗുണവത്താവുന്നതാണ്. ചെയ്തു നോക്കി തീർച്ചയായിട്ടും ആ ഒരു റിസൾട്ട് കമന്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാണ്. ഈ മൂന്നാമത്തെ പാനീയം എന്ന് പറയുന്നത് വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്ക്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും, മധുരം അമിതമായിട്ട് കഴിക്കണം എന്ന് തോന്നും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബിസ്ക്കറ്റ്, അതുപോലെ മധുര പാനീയങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ കുടിക്കാൻ ഒരു ആസക്തി നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് 11 മണി സമയത്തും 4 മണി സമയത്തുമാണ് കൂടുതലായിട്ടും ഈ ഒരു കാര്യം ഉണ്ടാവുന്നത്. ഈ ഒരു ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗുണവത്തായിട്ടുള്ള ഒരു പാനീയമാണിത്. ഇതിന് വേണ്ടിയിട്ട് കറുവപ്പട്ട തന്നെയാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. അത് നമ്മുടെ ഫാറ്റിനെ അലിയിച്ചു കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമാണ്. അതിനൊപ്പം തന്നെ ചേരുന്നത് ഗ്രാമ്പൂവാണ്. അപ്പൊ ഗ്രാമ്പൂവിനും ഇതേ എഫക്റ്റ് തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ്, അതായത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകൾ, പലവിധ കാരണങ്ങൾ കൊണ്ട് നീർക്കെട്ടുകൾ വരാം. കാലുകൾക്കോ മുട്ടുകൾക്കോ മാത്രമല്ല ഈ ഒരു നീരും നീർവീക്കങ്ങളും ഉണ്ടാവുന്നത്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസുകൾക്കും ഇതേപോലെയുള്ള നീർക്കെട്ടുകളും നീർവീക്കങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണ രീതികളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളിലൂടെയാണ് കൂടുതലായിട്ടും ഈ ഒരു ഇൻഫ്ലമേഷൻ കണ്ടീഷൻസിലൂടെ കടന്നു പോകുന്നത്. ഇത് കാരണം കൊണ്ട് വെയിറ്റ് ഗെയിൻ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങൾ, നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഇൻഫ്ലമേഷൻ കണ്ടീഷൻസുകൾ കുറയ്ക്കാൻ സഹായകരമാകുന്നതാണ് ഈ പാനീയം എന്ന് പറയുന്നത്. നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഗ്രാമ്പൂ എടുക്കേണ്ടത് 1 അല്ലെങ്കിൽ 2 എണ്ണം മാത്രമാണ്. ഇനി നമ്മളൊരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടിയാണ് ഇതിനകത്തേക്ക് ഇടേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ഇത് രണ്ടും മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഇഞ്ചിയും ചെറിയൊരു കഷ്ണം ചേർക്കുന്നതും ഈ ഒരു ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് കുറയ്ക്കാൻ ഏറെ ഗുണകരമാണ്. അപ്പം അതുകൊണ്ട് ഈ 3 ചേരുവകൾ കൂടിയിട്ട്, ചെറിയ അളവുകളിലെടുത്ത് 3 ചേരുവകൾ കൂടിയിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് 1/2 ഗ്ലാസ് ആക്കി വറ്റിക്കുക. 11 മണി സമയത്തോ ഇല്ലെങ്കിൽ 4 മണി സമയത്തോ ഇത് കുടിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ക്രേവിങ്സ് കുറഞ്ഞു കിട്ടാൻ സഹായകരമാകുന്നതാണ്. ഇത് ആഴ്ചയിൽ ഒരു 3 തവണ മാത്രമായിട്ട് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോന്നും ഇതുപോലെ തന്നെ നമ്മളൊരു 7 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഇതുപോലെ നമ്മൾ 2-3 മാസം കൂടുന്തോറും ഈ ഡ്രിങ്കുകൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് കുടിക്കാൻ പറ്റുന്നതാണ്. 3 പാനീയങ്ങളും ഒരുമിച്ച് കുടിക്കണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് ചെയ്തു നോക്കി നിങ്ങൾക്ക് എഫക്റ്റ് കൂടുതൽ ഏതാണോ കിട്ടുന്നത് എന്ന് നോക്കിയതിന് ശേഷം അത് ഉപയോഗിക്കുന്നതാണ് ഗുണകരമായിട്ടുള്ളത്. ഒരു മാസത്തിൽ ഒരിക്കലായിട്ടോ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴൊക്കെ തന്നെ ഒരു 7 ദിവസം ഈ ഒരു പാനീയത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിനുള്ളിലുള്ള ഒരുപാട് തരത്തിലുള്ള ബാക്ടീരിയൽ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയാണിത്. അതിനൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് നമ്മൾ അമിതമായിട്ട് ബേക്കറി പലഹാരങ്ങൾ കഴിക്കാതിരിക്കുക, ട്രാൻസ് ഫാറ്റ് അമിതമായിട്ട് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതായത് സോഡയൊക്കെ അടങ്ങിയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ അമിതമായിട്ട് കുടിക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ ദഹനത്തെ കാര്യമായ രീതിയിൽ ബാധിക്കപ്പെടുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു 10 തൊട്ട് 15 മിനിറ്റ് നേരമെങ്കിലും ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക
ചെയ്യുന്നതും ഈ പറഞ്ഞിട്ടുള്ള ദഹന വ്യവസ്ഥയെ നമുക്ക് ആരോഗ്യം നിയന്ത്രിക്കാൻ വേണ്ടി ഗുണകരമാകുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.